ഞങ്ങളൊരു ട്രിപ്പ് പോയത് അവരുടെ അടുത്ത്. അന്നേരം അവിടെ കയറിയപ്പോഴാണ് ഈ രംഗം കണ്ടത്. ഇതിപ്പോ അപ്പയ്ക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല സബ്സ്ക്രൈബർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു തന്നായിരുന്നു, അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുക. ഏഞ്ചലിന്റെ അന്നത്തെ മപ്പാസ് ഉണ്ടാക്കണം. ഒറ്റ വീട്ടിന് തേങ്ങ മുറിയണം ചോദിക്കണോണ്ട്. ഞാനേ ഇപ്പൊ ഇത് മാത്രമേ നിങ്ങളെ കാണിക്കണുള്ളൂ. ഞാനൊരു വെജിറ്റബിൾ ഇരിക്കണ വെജിറ്റബിൾ കൊണ്ട് എപ്പോഴും ഇറച്ചി മപ്പാസും മീൻ മപ്പാസ് കുറവാണൊക്കെ അല്ലേ കാണാറ്. തക്കാളി മപ്പാസ്, വെണ്ടയ്ക്ക മപ്പാസൊക്കെ അല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ ചാനലിൽ കാണാറുള്ളൂ. ഞാൻ ഇന്ന് ഒരു വെജിറ്റബിൾ മപ്പാസ് ഉണ്ടാക്കാൻ പോവാം. എനിക്ക് അതിന് കിട്ടിയ ഐഡിയയും പറയാം. ഞാനും അപ്പയും വല്യപ്പയും മമ്മിയും കൂടെ ഏഞ്ചലേച്ചിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്നാൾ അവിടെ കൊച്ചമ്മായി ചപ്പാത്തി കഴിക്കുന്നത് വെജിറ്റബിൾ മപ്പാസ്. അപ്പ ചോദിച്ചു, കൊച്ചോങ്ങളെ അപ്പ ചോദിച്ചതാ ഇതെന്നാ ഈ കറി, മുട്ടക്കറിയാണോ എന്ന് ചോദിച്ചു. കൊച്ചമ്മായി എന്ന് പറഞ്ഞ കസിൻ സിസ്റ്റർ ആട്ടോ, ഏജ് ആയതാ, 88-87 വയസ്സായത്. അപ്പ പറഞ്ഞു, മോനെ ഇവള് ഏതാണ്ട് ഒഴിച്ചു തന്നു മോനെ, ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്, മുട്ടയൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഏഞ്ചലേച്ചി ആ പാത്രത്തോടെ എടുത്തോണ്ട് വന്നു. ദേ കുഞ്ഞോൻ ചാച്ച വെജിറ്റബിൾ മപ്പാസാണ്. അപ്പൊ ഞാൻ ഏഞ്ചലിനോട് ചോദിച്ചു എന്നാക്കി ഇതിന് ചേർക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു ലിനോ ചേച്ചി ഉള്ള വെജിറ്റബിൾ ഒക്കെ ഇട്ട് അതില് കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിടെ നല്ല കറിയാ, നല്ല കൊഴുപ്പോടുകൂടി. അപ്പൊ നന്നായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ മറ്റു മപ്പാസ് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ രീതിയിലാണ് ഞാൻ ചെയ്യണേ. അവളെങ്ങനെ ചെയ്തതെന്നൊന്നും ഞാൻ അവളോട് ചോദിച്ചില്ല. പക്ഷെ അവക്കടെ കറി വളരെ നല്ലതായിരുന്നു. കൊച്ചമായി പതുക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവോ ഞങ്ങൾ. ഏഞ്ചലിന്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയത് അവരുടെ അടുത്ത്. അന്നേരം അവിടെ കയറിയപ്പോഴാണ് ഈ രംഗം കണ്ടത്. അപ്പൊ എനിക്ക് ഇന്ന് അതൊന്നും ഉണ്ടാക്കണമെന്ന് അന്ന് പോലും മനസ്സിൽ കിടക്കണതാ. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാലോ എന്നോർത്താണ് ഇവള് ഹോളിഡേ ഉള്ള ദിവസം ഇത് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ കോളിഫ്ലവർ ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ കയ്യിൽ ആകെയുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ടൊമാറ്റോ ഇടണില്ല കേട്ടോ. ടൊമാറ്റോ ഇരിപ്പുണ്ട്, അത് ഇടുന്നില്ല, അത് പുളിപ്പ് വരൂല, അത് വേണ്ട. നോക്കാൻ നമുക്ക് വേണോന്ന് ലാസ്റ്റ് നോക്കാൻ, ചിലപ്പോ ഇട്ടെന്ന് ഒരിക്കും കേട്ടോ. പിന്നെ ഇച്ചിരി ബീൻസ് ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഇല്ലേ ഹാഫ് കുക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതിന് പൊടികൾ ചേർക്കൂല. പിന്നെ നമുക്ക് കടായിൽ ബാക്കിയുള്ളതൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് വേവിക്കാം, 3-ാം പാലിൽ വേവിക്കാം. അപ്പൊ പൊടികളൊക്കെ ചേർത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ എനിക്ക് ഇതിപ്പോ അപ്പയ്ക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കുക. എനിക്കത് അവര് കഴിക്കണ കണ്ടപ്പോ അന്ന് മുതൽ തുടങ്ങിയത് ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ നമുക്കില്ലേ ഉച്ചക്ക് ചോറിനെടുക്കാം. അപ്പയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോര് കാച്ചി തിരുപ്പുണ്ട്, ഒഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, വേറെ കറികളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആവാം. ഇത് നമുക്കേ ചെറുതായിട്ട് ഇത് അരിഞ്ഞേക്കുന്നോണ്ട് ഒറ്റ വിസിലിൽ ഞാൻ ഓഫ് ചെയ്യും. കാരണം മറ്റുള്ള വെജിറ്റബിൾ മസാല കൂട്ടി വഴറ്റുമ്പോ ഇതും അതിന്റെ കൂടെ ചേർക്കും, അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, ആവി ഉറക്കുകയെ ഒറ്റ വിസിൽ അടുപ്പിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് മതി. ഇനി ഇതില് കിടന്നിച്ചിരി ഒന്ന് വേവാനുണ്ട്. അതേ ശരിക്കും വെന്തിട്ടുണ്ട്. ഞാൻ ഇത് കയ്യിൽ കൊണ്ടൊന്ന് ഞെക്കി കാണിക്കണ്ടേ, നോക്കിക്കതേ ചെറുതായി പോങ്ങനെ ചൂടായോണ്ടാ. ഞാൻ അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് കാണിക്കണ്ടേ, കൈ ഒന്നും കാണാനല്ലേ. ഇതിലിരിക്കട്ടെ. കടായിലേ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, ചുമ്മാ പൊടി മൂപ്പിക്കുക. എന്നിട്ട് വെജിറ്റബിൾ ഇടാനുണ്ട്. അത് ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം എനിക്ക് തോന്നി ഒഴിക്കണം എന്ന് അവര് പറഞ്ഞേ. കാരണം ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാചകം ചെയ്യണം എന്നാ പറഞ്ഞത്. അന്ന് കടയിൽ പറഞ്ഞായിരുന്നു. ശരിയാ. പിന്നെ ഒരു നല്ല സബ്സ്ക്രൈബർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു തന്നായിരുന്നു, അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുക. പേര് വിട്ടുപോയി കേട്ടോ. കാരണം ഈ കടായി കണ്ടപ്പോ പറഞ്ഞ ഒരുപാട് കമന്റുകൾ അതിന് വന്നായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീലിന്റെ ഒന്നും കൊണ്ട് ഇളക്കരുതെന്ന്. അതെനിക്ക് മനസ്സിലായായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സ്റ്റീൽ കൊണ്ട്, സ്റ്റീൽ കയ്യിലോ മറ്റ് കയ്യിലുകളോ ഒക്കെ ഇട്ട് ചട്ടുകൊക്കെ ഇട്ട് ഇളക്കിയ എന്റെ മനസ്സിലിരുന്ന എന്നാന്ന് വെച്ചാൽ ഇത് പൊളിഞ്ഞു പോരുമെന്നല്ല, ഇതിന് പോറല് വീഴുമെന്ന്. ഞാൻ ഈ പോറല് വീഴാതിരിക്കാൻ മാക്സിമം ചിരട്ടക്കയിൽ ഉപയോഗിക്കാറുണ്ട്. 1, 2 ഇഷ്ടംപോലെ ഉണ്ട്. ഞാനൊരു ദിവസം ചിരട്ടക്കയിലിന്റെ ഡിസ്പ്ലേ കാണിക്കാട്ടോ നിങ്ങളെ. കുറെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ചിരട്ടയുടെ ഈ നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കുന്ന കുറേ തവയൊന്നും പോട്ടെ, ചട്ടയും പോലത്തെ ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ ചെയ്യാൻ പോണ എന്നാന്നറിയാമോ, ദേ സ്വല്പം ഇതല്ലേ പിന്നെ മപ്പാസ, അതുകൊണ്ട് ഇതേ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ടേക്കും കേട്ടോ. അതെ എരിവ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതിട്ട് പൊടി ഒന്ന്
പച്ചപ്പ് നീങ്ങണം കേട്ടോ. അപ്പം ഞാൻ അത് മുഴുവൻ പറഞ്ഞു തീർത്തില്ല. പറഞ്ഞു തന്ന സബ്സ്ക്രൈബർക്ക് ഒരു താങ്ക്സ് പറയുമോ, പേര് വിട്ടു പോയി കേട്ടോ. ഈ കടായിയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ പൊളിഞ്ഞും പോരുന്നു. ശരിയായിരിക്കും ചിലപ്പോൾ, എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ലെങ്കിലും ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ ഇതുപോലെ നീ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഈ ഇതല്ലേ ശരിക്കും മെറ്റലല്ലേ ഇത്, അത് കാരണം. പിന്നെ ദേ ഇച്ചിരി ബീൻസ്, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഈ ബീൻസ് ആദ്യം ചേർത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇന്നാള് ലുലുന്ന് ഒരു പാക്കറ്റിൽ ഹാഫ് കുക്ക് ചെയ്ത കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തത് കൊണ്ടുവന്നായിരുന്നു. അത് നിങ്ങളൊരു വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അത് ഉപയോഗിച്ചതിന് ശേഷം കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അപ്പം ബീൻസ് ഇച്ചിരി അതിലുള്ളൂ, ബാലൻസ് എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി ബീൻസിന്റെ പോരായിക പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 2 ബീൻസ് എടുത്ത് അരിഞ്ഞെടുത്താട്ടോ. പച്ചമുളക് പിന്നെ യഥേഷ്ടം ആവശ്യമുള്ളവർക്ക് ഇടാം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല എരിവായി പച്ചമുളകിന്, അതുകൊണ്ട് ഞാൻ അധികം എരിവ് വേണ്ടല്ലോ എന്നോർത്ത് അത് ഇടാത്തതാണ്. അപ്പം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പൊട്ടറ്റോ അതിലേക്ക് ചേർക്കാം. സവോളയും ചേർത്തേക്കാം. ദേ ഇത് വേവിക്കാത്തതല്ലേ, പൊട്ടറ്റോ വെന്തിരിക്കുന്നതല്ലേ. പിന്നെ ക്യാരറ്റ് ഞാൻ നുറുക്കി വെച്ചതാണ്. പക്ഷെ അന്നേരം ഇത് ഡീപ് ഫ്രീസറിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് നീ പറഞ്ഞെന്ന് അത് എടുത്ത് തീർക്കാൻ പറഞ്ഞത്. അന്നേരമാണ് ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചത് നമുക്ക് നാളെ എന്തെങ്കിലും കറക്കിയെടുത്ത് ഞാൻ തീർത്തോളാം. ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചായിരുന്നു. അന്നേരമല്ലേ പറഞ്ഞേ അത് മറ്റേതിൽ തീർന്നില്ലായിരുന്നല്ലോ, അത് ഇരിപ്പുണ്ടല്ലോ എന്ന്. ഞാനത് വിട്ടുപോയായിരുന്നതാ. ഇനി നമുക്കില്ലേ പൊട്ടറ്റോ ചേർക്കാം. സവോള, ബീൻസ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, ദേ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ. വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ കൊണ്ട് എന്നാന്ന് വെച്ചാൽ വെള്ളം വേണമല്ലോ ഈ കറിക്ക്. അപ്പോൾ ഇച്ചിരി ഞാൻ മാക്സിമം തേങ്ങാപ്പാലിൽ ഉപയോഗിക്കാനൊക്കെ ഇരിക്കണത്. ഇപ്പോൾ അതാണ് രുചികരം. മുട്ടക്കറി വെക്കണ മുട്ടമപ്പാസ് പോലെ തന്നെ അതിന് പകരം വെജിറ്റബിളാണ് പൊട്ടറ്റോയുടെ സവോളയുടെ കൂടെ ചേർക്കണത്. ഉള്ള വെജിറ്റബിളൊക്കെ അങ്ങ് ഇടുക എന്നാൽ ഏഞ്ചൽ പറഞ്ഞ മക്കളെ അത് നല്ല രസമായിരുന്നു. അത് കണ്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതായിരുന്നു. ദേ ഇനി എന്നാ ഇതിൻ്റെന്ന് അറിയാവോ, ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ചേർക്കണം. ഇത് വെന്തതുകൊണ്ട് ഇത് കുഴഞ്ഞു തുടങ്ങി ഇപ്പം തന്നെ. പക്ഷെ ശരിക്കും ഇതിലില്ലേ ഇങ്ങനെ ഇച്ചിരി കഷ്ണം പൊട്ടറ്റോടെ കിടക്കണം. പൂർണ്ണമായിട്ട് കുഴയരുത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ കുഴഞ്ഞു പോണ മട്ടാട്ടോ കാഴ്ചയില. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിലിൽ അത് വെന്തു. ഞാൻ നൈസായിട്ടായിരുന്നു അരിഞ്ഞത്, അതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ വെന്ത് പോയത്. ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവണില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, സ്ലോയിൽ പറയാം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോണത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണം. അപ്പം അതനുസരിച്ച് ഞാൻ സ്ലോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം അല്ല അപ്പം പറയൂലേ 100 തന്നെ. കാരണം 100 പറഞ്ഞ് എന്നെ കളിപ്പിക്കുന്നത് സ്പീഡായതുകൊണ്ടേ. ഉപ്പ് ചേർക്കുവാണേ. ഒരു സംശയമുണ്ട്, നോക്കട്ടെ കേട്ടോ. ഉപ്പിട്ടായിരുന്നു പൊട്ടറ്റോ വേവിച്ചത്, അതുകൊണ്ടേ അധികം ഉപ്പ് വേണ്ട. ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഞങ്ങൾക്ക് ടേസ്റ്റ് വേണമെന്ന് തോന്നിയാൽ മാത്രം കേട്ടോ ടൊമാറ്റോ ചേർക്കോളും. ചിലപ്പോൾ ചേർക്കും, ചിലപ്പോൾ ചേർത്തില്ലെന്നും ഇരിക്കും. നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. ഇതാണ് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു പാക്കറ്റ്. കുക്ക് ചെയ്ത് വെച്ചതല്ല, ഇവിടെ മേടിച്ചുകൊണ്ട് വന്നാൽ കുക്ക് ചെയ്ത വെജിറ്റബിളാണ്. ഇത് ഒരു പാക്കറ്റ് ഞാൻ കാണിച്ചൊരു ഒരു പാക്കറ്റ് ഫുള്ളുണ്ടായിരുന്നു. ഇവിടെ സൂപ്പിനോ മറ്റു വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ സ്റ്റൂവിനോ ഒക്കെ വേണ്ടി ചെയ്യാമെന്നും പറഞ്ഞ് എന്നോട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഗ്രീൻ പീസ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചാലേ മറ്റേ ഗ്രീൻ പീസ് ഇങ്ങനെ എടുക്കണ്ട, കുക്ക് ചെയ്തിരിക്കണത് അല്ലേ. അത് ഗ്രീൻ പീസ് തന്നെയായിട്ട് കുക്ക് ചെയ്തിരിക്കുന്നത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട വിധം എന്നാണെന്നറിയാമോ? ഇനി ചെയ്യേണ്ട കാര്യം 2 പാല് ഇതങ്ങ് ഒഴിക്കുക. 2 പാലാട്ടോ, കൊഴുപ്പ് കുറവാതെ. എന്നിട്ട് അത് ശരിക്ക് ഇത് വേവധികം ഇല്ല, എന്നാലും ഒന്നൊക്കെ തിളച്ച് കഴിയുമ്പോൾ കട്ടിയുള്ള 1 പാല് ചേർത്ത് ഓഫ് ചെയ്യും. ഗരം ചേർക്കാൻ ഓർക്കണം കേട്ടോ. ഗരം ഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല. ഇതിപ്പോ കുക്ക് ചെയ്തിരുന്നോണ്ടാ എളുപ്പമായത്. ഞാൻ ഗരം ഗരം എന്ന് എപ്പോഴും പറയണത് ഗരം മസാലക്കാട്ടോ. ഇച്ചിരി വേപ്പില ഇടണ്ടേ? വേപ്പില ഇട്ടില്ലായിരുന്നു നമ്മള്. വേപ്പില ഇടണം. കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ടല്ലോ. നല്ല ലുക്കുണ്ട്. ഏഞ്ചലിന്റെ നല്ലതായിരുന്നു കണ്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടേസ്റ്റും നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല എല്ലാ വെജും ഉണ്ടായിരുന്നു അതിലും. ടൊമാറ്റോ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മൂടി വെക്കാന്നാ. മൂടി വെക്കാം. ഇച്ചിരി വേപ്പില ഇട്ടേച്ച് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ആയില്ല, തലപ്പാലൊക്കെ ഒഴിക്കണം. ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ചിക്കൻ മപ്പാസിന്റെ ഒക്കെ ലുക്ക് അപ്പൊ കാണാൻ വരുന്നുണ്ട്. കണ്ടോ ഏഞ്ചലിന്റെ അന്നത്തെ മപ്പാസ് ഉണ്ടാക്കണം.
വെജ് മപ്പാസ് ആയില്ല കേട്ടോ, 2ാം പാല അപ്പൊ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അത് വരുമ്പോ ടേസ്റ്റ് കൊടുക്കാം. ഇനി എന്നും നിങ്ങൾ കാണുന്നത് സ്റ്റീലിന്റെ അടപ്പ് വെച്ച് അടയ്ക്കണമല്ലേ, ഇത് വേറൊരു നോൺ സ്റ്റിക്കിന്റെ അടപ്പാണ്. ഞാൻ അതെടുത്തൊന്ന് അടച്ചു നോക്കിയതാ. അപ്പൊ ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. കുറച്ച് വേവാനേ ഉള്ളൂ, ഓൾറെഡി പകുതി വെന്ത സാധനങ്ങളാണല്ലോ. അത് കഴിയുമ്പോ തലപ്പാൽ ഒഴിക്കുക, ഗരം മസാല ഇടുക, ഇച്ചിരി ചുവന്നുള്ളി മൂപ്പിച്ച് ചേർക്കാം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ മൂപ്പിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളു സംഭവം, എളുപ്പാ. അത് കുക്ക് ചെയ്ത് വെച്ചേക്കൂല ഞാൻ വെച്ച്, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഞാനേ എന്നും തേങ്ങാവെള്ളം പൊട്ടിച്ച് കളയണല്ലേ നിങ്ങളൊക്കെ കാണാറ്. ഇന്ന് ഞാൻ ഈ തേങ്ങാവെള്ളം വെച്ച് ഞാൻ ഓർത്ത് മുടി കഴുകിയാൽ നല്ലതാന്ന് എല്ലാരും പറയുന്നു. ക്ലീൻ ആവുകയും എന്നാന്ന് വെച്ചാ അഴുക്കുകളൊക്കെ പോകുന്നു. അപ്പൊ ഒന്ന് ചെയ്യാന്നോർത്ത് ഞാൻ ഈ പരീക്ഷണം ചെരുവം ക്ലീൻ ആയിട്ട് കഴുകിയിട്ടൊന്നുമില്ല. വെജിറ്റബിളൊക്കെ കഴുകി വെച്ചിരുന്ന ചെരുവാണ്. അപ്പൊ അതിലേക്ക് ഞാനൊന്ന് പൊട്ടിച്ചിടുക. ഉരുപ്പലിപ്പിച്ചിട്ട് വീണാലും നമുക്ക് കുഴപ്പമില്ല, ഉപയോഗിക്കാനുള്ള തലയില് പെട്ടാൻ കഴിയാനുള്ളതല്ലേ. പൊട്ടിക്കുവാണേ അപ്പച്ചന്റെ വെട്ടുകത്തി. അപ്പച്ചൻ ഇവിടെ പറയണ എങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ എനിക്ക് സാധിക്കൂല കേട്ടോ, ഒരിക്കലും സാധിച്ചിട്ടില്ല. ഒറ്റ വെട്ടിന് തേങ്ങ മുറിയണം, എനിക്ക് സാധിക്കൂല കേട്ടോ. ഞാൻ പറഞ്ഞതാ അല്ലേ. അപ്പൊ ഇതാണ് കൂട്ടാ ഞങ്ങൾ ഉപയോഗിച്ചേ മിക്സ്ഡ് വെജിറ്റബിൾ. അതെ ഹാഫ് കുക്ക്ഡ്. ചോദിക്കണോണ്ട് ഇതിലൊന്നും കുഴപ്പം സംഭവിക്കില്ല. ചോദിക്കണോണ്ട് പറഞ്ഞതാട്ടോ. വേണ്ടിയല്ല കേട്ടോ, ഇനി കവർ കളയുക. അതെ ഓക്കെ. അങ്ങനെ സംഗതി റെഡിയായി. തലപ്പാൽ ഒഴിക്കണം. തലപ്പാലിന്റെ ഒപ്പേ ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ. തലപ്പാലിന്റെ ഒപ്പം ഗരം മസാല കെട്ടുപോയി. എനിക്ക് സംശയം വന്നു അത് കെട്ടുപോയി. എന്നാന്നോ ഫാനിന്റെ അത് വെച്ചല്ല നമ്മള് ചെയ്തത്. അതായത് ഈ ഇതിലായിരിക്കണത്. ഫാൻ വെക്കുമ്പോ ഗ്യാസ് ഇതിൽ വെക്കണം, ആ സ്റ്റാൻഡ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇച്ചിരി ഗരം മസാല തലപ്പാലിലേക്ക് ചേർക്കാം. തലപ്പാൽ ഞാൻ പറഞ്ഞ 1ാം പാല കേട്ടോ, കട്ടിപ്പാൽ. അത് ചേർത്തേച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സംഗതി റെഡിയായി. അപ്പൊ ഇന്നത്തെ കറികളും കാണിച്ചേക്കാം. അതെ, ഇത്തവണ നമ്മ നേരിട്ടല്ല ചേർക്കണേ, പാലിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഇന്നത്തെ തന്നെ ഇത് കട്ടയായി, നമുക്ക് അലിയിപ്പിച്ച് ചേർക്കാം. ചെറിയ വാം വാട്ടർ ആണെങ്കിലേ കട്ടയാവില്ല. ആവൂല അല്ലേ? ചെറിയ വാം, ഒരുപാട് ചൂട് പാടില്ല, വാം വാട്ടർ. മനസ്സിലായി. ഇനിയിപ്പോ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യാം. ഞാൻ ഈ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് പൊടി കലക്കണത് അങ്ങനെയാ, വാം വാട്ടറിലാ. അപ്പൊ ഒട്ടും കട്ടയാവൂല. ഇത് ചെരണ്ടി പിഴിഞ്ഞതാട്ടോ. അമ്മ അതും മറ്റേ എടുക്കുവൊന്നുമില്ല, ഞാൻ അപൂർവം എടുക്കാറുള്ളൂ. ഞാൻ പിന്നെ ന്യൂ ജനറേഷന്റെ കാര്യങ്ങളൊക്കെയാ കൂടുതലും ചെയ്യണേ, എളുപ്പ കാര്യങ്ങൾ. അതെ, ഞാനിവിടെ തേങ്ങ ചെരണ്ടി പിഴിഞ്ഞെടുക്കും. അമ്മയ്ക്ക് അതും മെറ്റപ്പെടുത്തല്ല. അതല്ല, ചിലപ്പോ വേണ്ടി വരും ഭാവിയില്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പലതിനും. ഇല്ലെന്നൊന്നും ഞാൻ പറയൂല, ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇളക്കാൻ തരുമെന്ന് പറയണ ഗരം മസാലയുടെ കേട്ടോ. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇളക്കട്ടെ. അടിപൊളി. ഇന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. കടുക് പൊട്ടിക്കണ്ടല്ലോ, വേണ്ട. ഇപ്പൊ കംപ്ലീറ്റ് മൊപ്പാസ് മയാണല്ലോ. ഇന്നലെ കരിമീൻ മൊപ്പാസ്, ഇന്ന് വെജിറ്റബിൾ മൊപ്പാസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾ മൊപ്പാസ്. പക്ഷെ നീ അപ്പൊ ഞാൻ ഓർത്തു, നീ ഉള്ളപ്പോഴാണെങ്കിൽ നീ ഇവിടെ ഉള്ള ഹോളിഡേയിലാണെങ്കിൽ ഈ വീഡിയോയും എടുക്കാലോ. ഒരു ഡിഷുമായി പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഡിഷു ആയല്ലോ എന്ന് ഓർത്താട്ടോ ഇവിടെ ഉള്ളപ്പോൾ ചെയ്യാമെന്ന് ഓർത്തു. ഇത് വളരെ നല്ല കറിയാ, പറയാതിരിക്കാൻ പറ്റില്ല. വെജിറ്റബിൾ സ്റ്റൂവിന് പകരം വെജിറ്റബിൾ മപ്പാസ്. അങ്ങനെ നമ്മുടെ കിച്ചണിൽ സമയം കറക്റ്റ് 12:30. ക്ലോക്കിൽ നോക്കിക്കേ,
വെജിറ്റബിൾ മപ്പാസ് റെഡിയായി. അപ്പ ഇത് ചോറിന് കഴിച്ചില്ലെങ്കിൽ അപ്പയ്ക്ക് മോര് കാച്ചൻ. ഞങ്ങൾ രണ്ടുപേരും ഇത് ചോറിനാണെന്ന് ഉദ്ദേശിക്കുന്നത് എടുക്കാൻ ഉച്ചത്തേക്ക് കേട്ടോ. പിന്നെ ഉച്ചത്തെ കറികൾ ഈ കൂടെ മറ്റുള്ളതൊന്ന് കാണിച്ചേക്കാം. ഓക്കെ, പൊറോട്ട പറഞ്ഞ് ഇട്ടില്ലേ, ഞാൻ വേണേ പൊറോട്ടയോടെ കഴിച്ചോളാം. കഴിച്ചോ, പൊറോട്ട തരാം. പൊറോട്ട ഇരിപ്പുണ്ട് ഇന്നലത്തെ, എന്നാ അതിന്റെ കൂടെ കഴിച്ചോ, നല്ലതായിരിക്കും. ഇച്ചിരി ഉപ്പുറവുണ്ട് ചേർക്കാം. ഇപ്പൊ എപ്പോഴും നമ്മൾ ഇടുമ്പോഴേ കുറച്ച് ഇടണോണ്ട് എനിക്ക് പേടിയ ഉപ്പ് കൂടിപ്പോയ. പിന്നെ ടൊമാറ്റോ ഇട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഞങ്ങൾ ഇട്ടെന്നിരിക്കുമെന്ന് പറഞ്ഞില്ല, ഇട്ടില്ല. സോസ് ചെയ്തേ, പിരിഞ്ഞൊന്നും പോകരുത്, തലപ്പാൽ ഒഴിച്ചല്ലേ, അതുകൊണ്ടതേ. ഈ ഹാൻഡിലുള്ളതുകൊണ്ട് സുഖം, ഇത് ചൂടാവൂല. ഇത് ചൂടാവില്ല അല്ലേ, ഒട്ടും ചൂടാവൂല. അതുകൊണ്ട് എന്നാന്നറിയാമോ, നല്ല സുഖാതെ. അതല്ലേ ഞാനിങ്ങനെ പിടിക്കണേ. പക്ഷേ ഒരു അഭിപ്രായം ഞാൻ പറയാം, എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് വളരെ നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ അഭിപ്രായം പറയണതാണ്, നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ അല്ല എന്നോട് പറയാൻ കേട്ടോ, കമൻറ്റിൽ അറിയിക്കാം. ഇത് അത് കടയിൽ നിന്ന് അവർ പറഞ്ഞായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കണം, നോൺ സ്റ്റിക്ക് പോലെ ചെയ്യരുത്, അടി പിടിക്കും വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറികൾ ഉലർത്തുവോ, കറികൾ വേവിക്കാനാണെങ്കിൽ വെള്ളം ഒഴിച്ചല്ലേ വേവിക്കണം, പറ്റിച്ചെടുക്കുവോ, കൂടുതലും ഉലർത്താനേ എടുക്കണം. പിന്നെ ചാറുകറിക്കാൻ എടുക്കാറുണ്ട് കേട്ടോ, പല ചാറുകറിക്കും എടുത്തു. അപ്പം അവർ പറഞ്ഞു പുളിയുള്ളതോ എരിവുള്ളതോ ഉപ്പുള്ളതോ ചേച്ചി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അത് കഴിഞ്ഞ ഉപയോഗശേഷം നമ്മൾ പാത്രങ്ങൾ കഴുകുമല്ലോ, പാത്രങ്ങൾ കഴുകിയത് നീറ്റാക്കി ഡ്രൈ ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഞാൻ മിക്കവാറും എടുക്കണത് കൊണ്ട് ഞാൻ കഴുകി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയുള്ള സമയത്താണെങ്കിൽ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ച് എനിക്ക് ഉണങ്ങിക്കിട്ടും, ഇച്ചിലടിക്കൂല, ഉണങ്ങിക്കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വർക്ക് ഏരിയയിലെ ബെർത്ത് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ട് ഇരിക്കാനായിട്ടുള്ള, ആ ബെഞ്ചിൽ കമത്തി വെച്ചേക്കും. പിന്നെ ഞാൻ വെളിച്ചെണ്ണ തൂത്ത് ഇതുവരെ വെച്ചില്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും എടുക്കണുണ്ട്. എനിക്ക് തോന്നണത് ആരോ പറഞ്ഞായിരുന്നു വെളിച്ചെണ്ണ തൂത്ത് വയ്ക്കണമെന്ന്, ശരിയായിരിക്കും. അത് രണ്ടു മൂന്ന് ദിവസം കൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ വല്ല തുരുമ്പ് പോലെ അതിൽ വരുമായിരിക്കും, കറ പോലെ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ് ആ എൺകടായിൽ നമ്മൾ വെളിച്ചെണ്ണ തൂത്ത് വെക്കില്ല. ഇതിപ്പോ അവരോട് അന്ന് ചോദിച്ചപ്പോൾ ഷോപ്പിലുള്ളവർ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കല് ചേർക്കാത്തതാണല്ലേ ഇതില്, അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. എനിക്ക് പറയാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. അതെ, കറി പകർത്തുവാണേ. അടിപൊളി. പാത്രം കറക്റ്റായി. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നൊയമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അത്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു മൊപ്പാസ. സ്റ്റൂവിനും നല്ലതാ ഞാൻ നോക്കിയിട്ട്. എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരി മസാലകൾ ചേരൂലേ, എനിക്ക് തോന്നണത് ഇടിയപ്പം, ചപ്പാത്തി, ഇടിയപ്പത്തിനൊക്കെ സൂപ്പറാ. പുട്ടിനും അടിപൊളിയാ, എല്ലാത്തിനും കൂടെ പോകട്ടോ. ഞങ്ങൾ ഇന്നിപ്പോ എടുക്കുന്നത് ഉച്ചയ്ക്ക് ഊണിനാട്ടോ. നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഇതിനൊക്കെ നല്ലതാണ്. ഇടിയപ്പത്തിന് എന്തായാലും നല്ലതാ. ഒരു പ്രാവശ്യം അരിപ്പൊടിയുടെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോ ഇത് ചെയ്യാം. ഓക്കെ, അടിപൊളി. അപ്പൊ വെജിറ്റബിൾ മൊപ്പാസും ഒരു കൊല ഏത്തപ്പഴവും, ഏത്തപ്പഴമല്ല ഒരു കൊല പൂവമ്പഴം. ഗസ്റ്റ് വരുമ്പോ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ അവര് വിചാരിക്കും പൂവമ്പഴം അടുത്ത്, അവരെ പറ്റിക്കാം. നമ്മുടെ ഏഞ്ചലിയാച്ചി പറഞ്ഞ രീതിയിലുള്ള വെജ് മപ്പാസ് നമ്മുടെ കിച്ചണിലും തയ്യാറാക്കി ലീനോ ചേച്ചി ഉണ്ടാക്കിട്ടോ. അതെ, ഏഞ്ചല് വീഡിയോയിൽ കണ്ടോ. ഇന്ന് അപ്പക്ക് ഇത് ചോറിന്റെ കൂടെയാ കൊടുക്കണത്. പക്ഷെ എനിക്ക് പൊറോട്ട ഉണ്ട്, അതും ഏഞ്ചല് കണ്ടോട്ടോ. കുഞ്ഞോൻ ചാച്ചി ഞാൻ ചോറിന്റെ കൂടെ കൊടുക്കണേ, മറ്റേ ഐറ്റത്തിന്റെ കൂടെ ഒന്നും അല്ലാട്ടോ. അത് മതിയാവും, കാരണം ഇത് ഒരുപാട് ചിലപ്പോ ചോറിന്റെ കൂടെ അത്രയും കൂടെ കമ്പൈൻ ആവില്ല. എന്നാലും കുഴപ്പമില്ല, ചേര. അപ്പയ്ക്കൊരു പച്ചമുളകിന്റെ പിളർപ്പിട്ടേക്കാം, അപ്പയ്ക്ക് അത് ഇഷ്ടം. പല പച്ചമുളകല്ലേ, വെറുതെ അല്ല. എനിക്ക് സൈഡിൽ വെച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഇവിടെ വെക്കട്ടെ, ചാറ് ഒഴിക്കാൻ കേട്ടോ. കൈമാറ്റ്, ചാറ് ഒഴിക്കാം. കഷ്ണാങ്ങ വെച്ചെന്നുള്ളൂ. വേറെ പ്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. വേണ്ട. ആ തട്ടിരിക്കുന്നുണ്ടോ? തട്ടങ്ങനെ എപ്പോഴും ഞങ്ങൾ വെച്ചേക്ക് ഫാനിന്റെ ഇതിന്റെ അടിക്കുമ്പോൾ ഉള്ള തട്ടതാ. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ഞാൻ ചോറ് എടുത്തോണ്ട് വരുമ്പോ കാണിച്ചാൽ മതി. ഞാൻ
എല്ലാവരുടെയും കൂടെ വെക്കാൻ സ്ഥലമില്ല. എനിക്ക് അറിയാലോ ഇവിടെ ഇതിലൊക്കെ ഓരോന്നിരിക്കും. പെറോട്ട, ചപ്പാത്തി, അപ്പം, പുട്ട്, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെയാണ് കേട്ടോ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർപ്പിക്കാം എന്നേ ഉള്ളൂ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒഴിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ. നല്ല ഒരു വെജിറ്റബിൾ മപ്പാസാണ്, കാരണം വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് മിക്കതും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിൻ്റെ ഗുണവും കിട്ടും. നല്ല കറിയായിരുന്നു. എനിക്ക് പിന്നെ കുശാലായിരുന്നു.